എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളോട് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രായമായവർ പറയാറുണ്ട്, മുടി കെട്ടിവെച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറണമെന്നും. അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ചില ക്ഷേത്രങ്ങളിലെല്ലാം എഴുതിയും വെച്ചിട്ടുണ്ട്, ക്ഷേത്രത്തിൽ കയറുമ്പോൾ സ്ത്രീകൾ മുടി കെട്ടിവെച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി വന്നത് എന്ന് നമ്മളെല്ലാ പേരും, അതായത് ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കണമെന്നാണ്. ആയതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. പ്രിയമുള്ളവരെ, ക്ഷേത്രമെന്ന് പറഞ്ഞാൽ വളരെ പരിപാവനമായ ഒരു സ്ഥാനമാണ്. ഒരുവിധ അശുദ്ധികളും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ചുറ്റമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കരുത് എന്ന് ഒരു നിഷ്ഠ തന്നെ പാലിക്കുന്ന ഒരിടമാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങൾ. ഇപ്പോൾ ഒരു സ്ത്രീ കുളിച്ച് വൃത്തിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് മുടി അഴിച്ചിട്ട് കയറുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഭഗവാന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം മുടി കൊഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിലേക്ക് വീഴുവാനും അവിടെ അശുദ്ധമാകുവാനും സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ വച്ചിരിക്കുന്ന പൂവുകൾ, പൂജാസാധനങ്ങളായി വച്ചിരിക്കുന്ന പൂവുകളിലോ അതല്ലെങ്കിൽ നിവേദ്യത്തട്ടിലോ അല്ലെങ്കിൽ പ്രസാദത്തട്ടിലോ ഒക്കെ ഈ പൂവുകൾ അല്ലെങ്കിൽ ഈ മുടികൾ വീഴുവാനും അത് ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാക്കുവാനും കാരണമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ സ്ത്രീകൾ മുടികൾ കെട്ടിവെച്ച് കയറണമെന്ന് ഒരു വാദമുണ്ട്. മറിച്ച് ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി മറ്റൊരു വാദം കൂടിയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് മുടി അഴിച്ചിട്ട് കയറുന്നത് ദുഃഖത്തിൻ്റെ ഭാവമാണെന്നും അത് ഭഗവാന്റെ ചൈതന്യം